എടാ, മരണത്തിന് ശേഷമുള്ള ഖബറുണ്ടല്ലോ, ഞാനും നിങ്ങളും പോയി കിടക്കേണ്ട ഖബറുണ്ടല്ലോ, ആ ഖബറിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അവസ്ഥ എന്താണെന്ന് ഏതെങ്കിലും മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി പറയുകയാ, മാ അഖില അഖില വലാ ശരിബ സുറുബാ, നീ ഭക്ഷണം കഴിക്കില്ല, നീ വെള്ളം കുടിക്കില്ല, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും, എത്ര വലിയ നീ ആഗ്രഹിക്കുന്ന വെള്ളം നിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും നീ കഴിക്കൂല, നീ കുടിക്കൂല. എങ്ങനെയെന്നറിയുമോ? വയളിരിബു അലാ സദിരി, നെഞ്ചത്തടിച്ചു വിളിച്ചുകൂവാതെ, നെഞ്ചത്തടിച്ച് വിളിച്ചുകൂവാതെ നീ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ, ഇങ്ങനെ ഭക്ഷണം വാരുമ്പോ വെള്ളം കുടിക്കാൻ കയ്യിലെടുക്കുമ്പോ നെഞ്ചത്തടിച്ചിട്ട് അങ്ങോട്ട് കൂവും, നെഞ്ചത്തടിച്ചു വിളിച്ചു കൂവിയിട്ടല്ലാതെ നിനക്കത് കഴിക്കുവാനോ കുടിക്കുവാനോ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മരണം ഒരു ദിവസം നമ്മളെ തേടി വരുന്നതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, ഈ മരണം ഒരു ദിവസം നമ്മളെ തേടി വരും, ഈ മരണം എന്തായാലും ഒരു ദിവസം നമ്മളെ തേടി വരും. നമ്മളെല്ലാവരും ഖബറിന്റെ ചാരത്ത് പോകും, ഖബറിന്റെ അകത്ത് പോയി കിടക്കണ്ടവരാ. അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മനോഹരമായ വാർത്ത കാണാം, ഒരു മനോഹരമായ വാർത്ത കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇന്ന് ചാനലുകളൊക്കെ വലിയ ആഘോഷത്തോടു കൂടി കാണിക്കുന്ന ഒരു വാർത്തയുണ്ട്. 10 വർഷക്കാലം പ്രണയിച്ച ഒരു പയ്യന്റെ കഥ. 10 വർഷക്കാലമായി താൻ സ്നേഹിച്ച പെണ്ണിനെ വീടിന്റെ അകത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ച ഒരു പെണ്ണിന്റെ കഥ. നാം പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് ആ പെണ്ണിന്റെ ചരിത്രത്തിൽ. അവരുടെ കഥകൾ നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ആ പെൺകുട്ടി ഈ 10 വർഷക്കാലം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ റൂമിന്റെ അകത്ത്, ഒരു ചെറിയ റൂമിനകത്ത് അടച്ചിട്ടിരുന്ന ഈ പ്രിയപ്പെട്ട ഭാര്യ പത്രക്കാരുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ തലയിൽ തുണിയിട്ടുകൊണ്ടാണ് ഇറങ്ങി വന്നത്. എല്ലാരും വിചാരിച്ചു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ആ കുട്ടി എന്തെങ്കിലും പറയുമെന്ന്. നാം മനസ്സിലാക്കണം, അപ്പോഴും ഇന്നത്തെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. ഭർത്താവിന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയിട്ട് വരുന്ന ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ഈ പെണ്ണിന്റെ കാല് കഴുകി കുടിക്കണം. കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ആ പെണ്ണിനുണ്ടായിരുന്നല്ലോ. താൻ ജോലിക്ക് പോകുമ്പോ കൊണ്ടുപോകുന്ന ഭക്ഷണം തന്റെ, എന്തിനൊരു ബാത്റൂമില്ലല്ലോ. പടച്ചവനെ, ആരുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആ റൂമിന്റെ അകത്ത് 1-2 ദിവസമല്ല 10 വർഷക്കാലം, 10 വർഷക്കാലം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥ പ്രണയം. കണ്ടവനെ കാണുമ്പോ അവന്റെ കൂടെ ഓടുന്ന കാലമല്ല, 2 പെറ്റിട്ടിട്ട് അടുത്തവന്റെ കൂടെ ഓടുന്ന കാലം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളുടെ കാലം. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം. ഈ പെണ്ണുങ്ങളുടെ കാലത്താണ് ഭർത്താവിന് പണമില്ലെന്ന് പറഞ്ഞ്, സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ്, കേറിക്കിടക്കാൻ നല്ല ഒരു വീടില്ലെന്ന് പറഞ്ഞ്, വാഹനമില്ലെന്ന് പറഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങൾ പഠിക്കണം, 10 വർഷക്കാലം, അതും സ്വന്തം മതത്തിൽ നിന്ന് പോലുമല്ല. അതാ മനസ്സിലാക്കണ്ടേ. ആ പെൺകുട്ടി 10 വർഷക്കാലം പാതിരാത്രിയിൽ ആ ബാത്റൂമിൽ പോകാൻ ജനലിയാടി വെളിയിറങ്ങണം. നിങ്ങൾ ആലോചിക്കേ, ഇങ്ങനെ 10 വർഷക്കാലം വീടിനകത്ത് കഴിഞ്ഞിരുന്ന പെണ്ണ് പത്രക്കാരുടെ മുന്നിൽ വന്നപ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് മോശമായൊരു വാക്ക് പറയാൻ ആ പെണ്ണ് തയ്യാറായില്ല. അതായിരുന്നു അവരുടെ പ്രണയം. ഇത് പറഞ്ഞ ഉസ്താദ് പ്രണയത്തിന് പ്രോത്സാഹനം നൽകി എന്ന് പറയരുത്. നമുക്കിതിനകത്തൊക്കെ പഠിക്കേണ്ടത്, ഞാൻ പഠിക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ പെണ്ണുപിള്ളമാർക്ക് പറഞ്ഞു കൊടുക്കണം. എത്ര കിട്ടിയാലും തികയില്ല അവർക്ക്. നമ്മുടെ ഭാര്യമാർക്ക് എന്തെല്ലാം കിട്ടിയാലും പ്രശ്നെ 2 നില വീട് വെച്ചാലും പറയും അടുക്കള ചെറുതായി പോയി, അടുക്കളയില്ല, അത് വേണം ഇത് വേണം.
നമ്മുടെ ഭാര്യമാർക്ക് എത്രയൊക്കെ കൊടുത്താലും അവർ പറയുന്നത് ഈ പെണ്ണിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്, ഇത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല, ഇതൊരു കഥയല്ലല്ലോ. ഇന്ന് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്ക് എന്താ പറയാ, പണ്ട് നമ്മളൊക്കെ ചരിത്രം ഉസ്താദന്മാർക്കറിയാം, ലൈലയുടെയും മജ്നൂനിന്റെയും പ്രണയകഥകൾ വായിച്ചവരാ. ലൈലയുടെയും മജ്നൂനിന്റെയും പ്രണയകഥ വല്ലാത്തതാ. ലൈലയോടും മജ്നൂനിന് വല്ലാത്ത പ്രണയമായിരുന്നു. അത്ര പ്രണയമെന്ന് വെച്ചാൽ ചരിത്രം പറയുന്ന ഒരാള് നോക്കുമ്പോൾ ലൈലയുടെ വീടിനകത്ത് നിന്നൊരു പട്ടി ഇറങ്ങി വരിക, ലൈലയുടെ വീടിനകത്ത് നിന്നൊരു നായി ഇറങ്ങി വരുമ്പോ മജ്നൂൻ ഓടിച്ചെന്നിട്ട് ഇമ്രുൽ ഖൈസ് ചെന്നിട്ട് ആ പട്ടിയുടെ കാലിന്റെ അടിഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് മുത്ത. അപ്പൊ ആരോ ചോദിച്ചു, എടാ ഇമ്രുൽ ഖൈസെ, നീ എന്തിനാ ഇതിന്റെ കാലിനടി പട്ടിയുടെ കാല് ചുംബിക്കണേന്ന്? ആ സമയത്ത് അവൻ പറയാ, എന്റെ ലൈല നടന്നുപോയ സ്ഥലത്ത് ചവിട്ടാൻ ഭാഗ്യം കിട്ടിയത് ഈ പട്ടിയല്ലേ, ഈ പട്ടിക്ക് ഭാഗ്യം കിട്ടിയില്ലേ, അതുകൊണ്ടാ. അങ്ങനൊരു പ്രണയമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറകൾക്ക്, ഇന്നത്തെ നമ്മുടെ ഭാര്യമാർക്കൊക്കെ ഇതൊക്കെ പഠിക്കാൻ കഴിയുന്ന, പഠിക്കാൻ മാതൃകയാക്കാൻ കഴിയുന്ന, പ്രണയം മാതൃകയാക്കലല്ല. ഇതിനകത്തും ആ പെണ്ണിന്റെ ഒരു മനസ്സുണ്ടല്ലോ, തൃപ്തിപ്പെടാൻ, തന്റെ പ്രിയപ്പെട്ട താൻ സ്നേഹിക്കുന്നവന്റെ കൂടെ ഏത് ത്യാഗവും സഹിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സ്. അതായിരുന്നു നമ്മൾ ഇതിലൂടെ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിലതൊക്കെ പറയുന്നത് ഖബറിനെ കുറിച്ചാണ് പറയണം. ആ പെണ്ണ് കഴിഞ്ഞിരുന്നതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കമന്റ്സിലുകൾ അതിനെക്കുറിച്ച് ഖബറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർ, നമ്മൾ ഖബറിനെ കുറിച്ച് അങ്ങനെയാ ചർച്ച ചെയ്യുന്നേ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊന്നുമല്ല. റസൂലുള്ളാഹി പറയുകയാണ്, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ ശുറുബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സ്വദിരി. ആ മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ അവനത് കഴിക്കാൻ കഴിയില്ലെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അക്സിറൂ ദിക്റ ഹാദിഹിമുൽ ലദ്ദാത്ത്, സർവ്വ സുഖങ്ങളെയും സർവ്വ സന്തോഷങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ എന്ന് മുത്തുനബിയാണ് പറയുന്നത്. ഒരാൾ മരണത്തെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ, ആ മരണചിന്ത കടന്നു വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ് മൻ അക്സറൻ നാസി വ അഹ്സമുൻ നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരനുചരം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവനാരാണ്, വിവേകമുള്ളവനാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? അക്സുറുഹും ദിക്റൽ മൗത്ത്. ആരാണോ മരണത്തെ അധികമായി ഓർക്കുന്നത്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവൻ ആരെന്നറിയുമോ? എഞ്ചിനീയർ അല്ല, അല്ലെങ്കിൽ ഡോക്ടർ അല്ല, വലിയ വലിയ ഉയർന്നവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, മരണത്തെ അധികമായിട്ട് ഓർക്കുന്നവനാ, മരണത്തെ അധികമായിട്ട് ഓർക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാഖസിമുൽ ഇസ്തിഅദാദലിൽ മൗത്ത്. മരണത്തെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പടച്ചവന് അനശ്വരമായ ഒരു ജീവിതമുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ എന്ന് മുത്തുനബി പറയാറുള്ള കാരണം അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്, ഈ
ഈ ദുനിയാവിലെ ജീവിതം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലല്ലോ. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് യാത്രക്കാരാണ്, ഒരു വാഹനം കാത്തു നിൽക്കുന്ന യാത്രക്കാരാണ്. പള്ളിയിൽ നിന്ന് വരുന്ന മയ്യത്ത് കട്ടിലും കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതല്ല യഥാർത്ഥ ജീവിതം. ഇനി ഒരു ജീവിതം വരാനുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം വരാനുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാ, ആ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ. എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും തകർത്ത് കളയുന്ന മരണമുണ്ടല്ലോ, അത് വരുമല്ലോ. എന്തായാലും ഒരു ദിവസം എന്നെ തേടി അസ്രായിൽ കടന്നു വരുമല്ലോ. അത് തട്ടിമാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന് 3 മാസമായപ്പോ അല്ലാഹു എന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസം എഴുതി വെച്ചിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിലാണെന്ന് എനിക്കറിയില്ല, എവിടെ വെച്ചാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് മരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, അത് പടച്ചറപ്പിന് മാത്രം അറിയുന്ന രഹസ്യമാ. എന്റെ മരണം പ്രവചിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ. കാരണം അത് അല്ലാഹുവിന് അറിയുന്ന രഹസ്യമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, 5 രഹസ്യങ്ങൾ അല്ലാഹുവിനെ അറിയോ, അത് പടച്ചറപ്പിന് മാത്രമേ അറിയോ. അടയാളം പറയാനേ എല്ലാവർക്കും കഴിയോ. ഏതാണ് 5 കാര്യം? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഈ 5 കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതിലെ ഒരു കാര്യം എന്തെന്നറിയുമോ? എന്റെ മരണം പറയാൻ. എവിടെ വെച്ചാണ് മരിക്കുന്നത്, എങ്ങനെ കിടന്നാണ് മരിക്കുന്നത്, എന്നെ എവിടെയാണ് കബറടക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മരണം വരുമല്ലോ, അസ്രായിലിനെ കാണുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് മരണസമയം നീ നന്നാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു സംശയവുമില്ല, ലോകത്ത് വന്ന ഒരുത്തനും സംശയമില്ല. അല്ലാഹ് ഉണ്ടെന്ന് പറയുന്നവനും ഇല്ലെന്ന് പറയുന്നവനും ഇവിടത്തെ നിരീശ്വരവാദിക്കറിയാം ഒരു ദിവസം അവനും മരിച്ചു പോകുമെന്ന്. എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു മരണമുണ്ടെന്ന്. ദൈവമുണ്ടോ ഇല്ലയോ സംശയമാണ്, പക്ഷേ മരണമുണ്ടെന്ന് സർവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം അല്ലാഹ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ആ മരണത്തിന്റെ രുചി അനുഭവിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരാ, ഒരു ദിവസം പള്ളിപ്പറമ്പിൽ പോകേണ്ടവരാ, ഖബറിന്റെ അകത്ത് കിടക്കേണ്ടവരാ, മസ്റയിൽ പോകേണ്ടവരാ, അസ്രായിലിനെ കാണേണ്ടവരാ. എത്ര കാണത്തില്ലെന്ന് പറഞ്ഞാലും, ആ മലക്കിനെ എത്ര പേടിച്ചാലും, ഒരു ദിവസം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വരുമല്ലോ. ഫകസഫിനാ അൻക ഇത്വാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇന്ന് സിറാജിനെ മലക്കുകളെ കാണാനുള്ള കാഴ്ചയില്ല, എനിക്കതിനുള്ള പവറില്ല, എനിക്കതിനുള്ള ശക്തിയില്ല, അതിനുള്ള ഈമാനില്ല. പക്ഷേ റബ്ബ് എനിക്കൊരു ദിവസം തരും, എന്റെ കണ്ണ് റബ്ബ് തുറക്കുകയാണ്. അന്ന് മലക്കുകളെ കാണാ, അസ്രായിലിനെ കാണാ, മലക്കുകൾ എന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് കാണാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ. ആ മരണം വരുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ്, അസ്രായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഒരുക്കണേ, 5 കാര്യങ്ങൾ ചെയ്തു വെക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം എന്തായാലും മരണം നമ്മളെ തേടി വരും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരിക്കൂലേ? മരിക്കുവോ? പറഞ്ഞങ്ങാതി എന്താ ഷിഹാബുക്ക, മരിക്കോ? മരിക്കൂ. അൽഹംദുലില്ലാ, അള്ളാഹു അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം വരും. ഇപ്പൊ നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരെടുത്ത് പോയാ ഇങ്ങനെ കിടന്നിട്ട് ആളുക വരുന്നു ഇങ്ങനെ പറയുന്നതാണ്. യസുഖ പിടിച്ച് കിടക്കുന്നവരെ മരണത്തിന്റെ സമയം എടുത്തവര് നമ്മൾ കാണാത്ത പലതും അവര് കാണും. എന്റെ ഉമ്മ നിങ്ങൾ ചിരിക്കണേ, ആകാശത്ത് നിൽക്കുന്ന കണ്ടില്ലേ, അത് കണ്ടിട്ട് ചിരിക്കുക. ഒരു ആൾക്കാർ പറയണതാ. ഈ പ്രായമുള്ളവര് നമ്മൾ വിചാരിക്കുക റിലേ പോയിട്ട് പറയാറ്, നമ്മളെന്ത് പറയണ, ഓ ബോധം പോയിട്ട് പറയുക. അടുത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടും പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിക്കുന്നതിന്റെ തലേ ദിവസം പറഞ്ഞു, നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ, നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ. അപ്പൊ ഉമ്മയുടെ അടുക്കൽ, ഉമ്മയ്ക്ക് രോഗമൊന്നുമില്ല, മകൾ അടുത്തിരുന്നിട്ട് പറയും, എന്റെ ഉമ്മ ഇത്ത തന്നെ പറയണ പഠിച്ചോനെ, ഞാൻ വിചാരിച്ചെന്റെ ഉമ്മയുടെ ബുദ്ധി പോയിട്ട് പറയാം. കറക്റ്റ് പിറ്റേ ദിവസം രാവിലെ അവര് പോയി. മരണം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ? മരിക്കൂന്ന് ഉറപ്പാ. നിരീശ്വരവാദി പറയുന്നത് ദൈവം ഇല്ലാന്ന അല്ലേ? ജബ്ബാറിന് എന്തല്ല അല്ലേ? ദൈവമില്ല എന്ന് പറയുന്നവരാണ് നിരീശ്വരവാദികൾ. ആ നിരീശ്വരവാദിയും പറയുന്നുണ്ട് ഒരു ദിവസം മരിക്കുമെന്ന്. അവൻ അതിന് സംശയമില്ല. അപ്പൊ എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കും. കുഴിച്ചിട്ടാലും കരിച്ചാലും ഇനി എന്ത് ചെയ്താലും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഒരു ദിവസം പോകും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ആ മരണം വരുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ നടത്തണം. ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഒരുങ്ങണമല്ലോ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് എല്ലാ കിതാബ് എടുത്തു നോക്കിയാൽ ഈ സഹാബിയുടെ ഹദീസ് കാണാം. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ട് കരയാ. മരണസമയത്ത് കിടന്ന് കരയുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിക്കുന്നു, അല്ല അബൂ ഹുറൈറ, എന്തിനാ അപ്പൊ നിങ്ങൾ കരയണേ? റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയല്ലേ, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയല്ലേ, നിങ്ങൾ എന്തിനാ കരയണേ? മരിക്കാൻ പേടിച്ചിട്ടാണോ? അല്ല, വലിയ ഒരു യാത്ര തുടങ്ങുകയല്ലേ, കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ലല്ലോ. ആരാ അബൂ ഹുറൈറ? പടച്ചോനെ പട്ടിണി കിടന്ന ചരിത്രം പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അസ്ഹാബുൽ സുഫ് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ വേറൊന്നും ഇല്ലാത്തൊരു വിഭാഗം. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും കഴിക്കാൻ ആഹാരമില്ലാത്തവർ പള്ളിയുടെ വെളിയിൽ ഇങ്ങനെ കിടക്കും, മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കും. ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ കൊടുക്കും, അതാ കഴിക്കാറ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ചരിത്രം വായിച്ചു നോക്ക്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ കമിഴ്ന്ന് കിടന്നിട്ട് മണ്ണു വാരി ഇങ്ങനെ ഇടാ. ഭ്രാന്ത് പിടിച്ചെന്ന സഹാബികൾ വിചാരിച്ചത്, പക്ഷെ വിശപ്പ് കാരണമായിരുന്നു. ഇത്രയും പട്ടിണി കിടന്ന സഹാബി, തനിക്ക് 96 വയസ്സായപ്പോഴും അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ വ്യഭിചാരത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹ് എന്ന് 96ാമത്തെ വയസ്സിൽ പള്ളിയിൽ ഇരുന്നിട്ട് ദുആ ചെയ്യാ. അപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, അല്ലുപ്പാ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റൂലല്ലോ, 96 വയസ്സായില്ലേന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴും പറഞ്ഞത്, എനിക്കാ വയസ്സായത്, ഇബ്ലീസിന് വയസ്സായില്ലല്ലോ. അങ്ങനെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൂച്ചയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിൽ പൂച്ച ഇരുന്നപ്പോ, ആ പൂച്ച ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പൂച്ചയോട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോ മരിക്കുന്ന കാലം വരെ പൂച്ചയെ സ്നേഹിച്ച സഹാബി, അതാ അബൂ ഹുറൈറ പൂച്ചയുടെ വാപ്പാന്നാ വിളിച്ചത്. സത്യത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേരങ്ങനല്ല, എന്നിട്ടും ആ പേര് വിളിച്ചത് പൂച്ചയുടെ വാപ്പ. അത്രയും കരുണ കാണിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണസമയം അടുത്തപ്പോൾ കരഞ്ഞത് എന്തിനെന്നറിയുമോ? അല്ലാഹുവേ, ഒരിക്കലും അവസാനിക്കാത്ത
വല്ലാത്ത ഒരു യാത്ര തുടങ്ങുകയാണ്. കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ, എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരയുന്നത്. എന്നവിടുന്ന് സ്വഹാബത്തിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, എന്റെ കയ്യിൽ എന്താണുള്ളത്, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്. മരണം ഇന്ന് രാത്രി വന്നാൽ നിന്റെ കയ്യിലുള്ളത് അല്ലാഹുവേ, വെന്റിലേറ്ററിൽ അതാ ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവേ, കൊറോണ എന്ന് പറയുന്ന രോഗം ബാധിച്ച് ന്യൂമോണിയായി ഹോസ്പിറ്റലിൽ മരണം കാത്തു കിടക്കുമ്പോ അടുത്തടുത്ത് കിടക്കുന്നവർ മരിക്കുന്നത് കണ്ടപ്പോ തന്റെ അടുക്കൽ കിടക്കുന്ന ഓരോ മനുഷ്യനും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഞാനാണെന്നറിയാ, അടുത്ത ഊഴം എന്റേതാണെന്നറിയാ. ആ സമയത്ത് ആ മനുഷ്യൻ കരഞ്ഞപ്പോ ഡോക്ടർ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിക്കുകയാ, ധൈര്യം കൊടുക്കുകയാണ്. ഡോക്ടർ അടുത്ത് വന്ന് നിന്നിട്ട് ധൈര്യം കൊടുക്കുകയാ, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മരിക്കാൻ എനിക്ക് ഭയമില്ല, മരിക്കാൻ എനിക്ക് ഭയമില്ല. മരണം എന്തായാലും എന്നെ തേടി ഒരു ദിവസം വരുമല്ലോ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ വെച്ച് മരണം എനിക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോ 36 വയസ്സല്ലേ ആയുള്ളൂ, കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. 36 വയസ്സല്ലേ ആയുള്ളൂ, കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോ സ്വർഗം കിട്ടാൻ എന്റെ കയ്യിലൊരു അമലുമില്ലല്ലോ. ആ കൊണ്ടുപോകാനൊന്നുമില്ലാത്തത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ സമാധാനിപ്പിക്കാൻ പോയ ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ. 55 വയസ്സുള്ളവനല്ല, 36 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത് തോന്നിയെങ്കിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഹാർട്ടിന് രോഗമുള്ളവരുണ്ട്, വാൾവിന് രോഗമുള്ളവരുണ്ട്, കിഡ്നിക്ക് രോഗമുള്ളവരുണ്ട്, ക്യാൻസർ രോഗം പിടിച്ചവരുണ്ട്, ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. മരണത്തിന്റെ 3 അടയാളവും വന്നിട്ടുണ്ട്. പോലും ഒന്ന് നന്നാകണമല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണമല്ലോ. റബ്ബിന്റെ മുന്നിൽ പോകുമ്പോ രക്ഷപ്പെടണമല്ലോ. അതിനു വേണ്ടി ഒന്നും ചെയ്തു വച്ചിട്ടില്ലല്ലോ. ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാകണമല്ലോ, ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാകണമല്ലോ എന്ന് തോന്നാത്ത മനുഷ്യ ഇനി എന്നാ മുസ്ലിമേ, ഇനി എന്നാ മുസ്ലിമേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മരണത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്താം. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ പ്രവർത്തിക്കേണ്ടതും ചില കാര്യങ്ങൾ അവർ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലാ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് ചെയ്തു വെക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്ന് നമുക്കറിയത്തില്ല. വരുമ്പോ കരയാനും നിലവിളിക്കാനും ഒന്നും നിൽക്കരുത്, നെഞ്ചത്തടിച്ചിട്ട് കരയാനൊന്നും നിൽക്കരുത്, യാതൊരു കാര്യവുമില്ല. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്തോ മെമ്പറെ, മരണം വന്നാ കിടന്ന് വലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ഷൗക്കണ്ണേ? മാസ്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പോകും. മാസ്ക് ഇട്ടാലിട്ടില്ലെങ്കിലും മൂന്നാമത്തിന് മാസ്ക് ഇട്ടിട്ടും കാര്യമില്ല എന്നാ പറയണേ. ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട്, അത് പിന്നെ മാസ്കിന്റെ ആവശ്യമൊന്നുമില്ല, കാറ്റിൽ കൂടെ വരുമെന്നാ പറയണേ. എങ്ങനെ വരാനുണ്ടെങ്കിലും പോകേണ്ട സമയത്ത് പോകും, ഇട്ടാലും ഇട്ടില്ലെങ്കിലും. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചരിത്രം പറയുകയാണ്, ചരിത്രം പറയാ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം വന്നു. അത്ര റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം വന്നു. ഈ മനുഷ്യനോട് പറയാ, അള്ളാഹ് വരുമ്പോ ഒരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ട്,
നിന്റെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിപ്പിച്ചിട്ട് റൂഹ് പിടിക്കാവൂ എന്നുള്ള പറഞ്ഞു വിട്ടിരിക്കുക. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആ മനുഷ്യൻ പറയാ, എൻ്റെ പൊന്നാര അസ്രായിലെ 40 കൊല്ലമായിട്ട് നിന്നെ കാത്തിരിക്കാൻ, നീ എപ്പോഴാ വരണേ? 40 വർഷക്കാലമായിട്ട് നിന്റെ വരവ് ഞാൻ കാത്തിരിക്ക, എനിക്ക് ഒരാഗ്രഹമില്ല. പെട്ടെന്ന് പിടിച്ചോളാം. നമ്മളോ മക്കളെ കെട്ടിച്ചില്ലല്ല, വീടിന്റെ പണി തീർന്നില്ലല്ല, പഠിച്ചവന് 58 ആയുള്ളൂ, 65 ആയുള്ളൂ, അല്ല കൊച്ചുമോളുടെ കല്യാണം കണ്ടില്ലല്ലോ, അല്ല നമ്മള് പറയാ ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം കൂടെ നീട്ടിത്തരാൻ. ആ മനുഷ്യൻ പറയുന്ന 40 കൊല്ലമായിട്ട് നിന്നെ ഞാൻ കാത്തിരിക്കാം, എന്നാ പെട്ടെന്ന് പിടിച്ചോളാം. ചങ്ങാതി, അല്ല പറഞ്ഞല്ലേ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത്ര നിർബന്ധം. ഞാൻ എന്നാ 2 റക്അത്ത് നിസ്കരിക്കാം, 2ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോ പിടിച്ചോ. എന്നാലും പിടിക്കണ്ടെന്നല്ല പറഞ്ഞു, പിടിച്ചോളാം. അങ്ങനെ തന്നെ മരണപ്പെട്ടു എന്നാ. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ഈമാൻ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊക്കെ ഈമാൻ. നമ്മൾ പേടിച്ചാലും ഒരു കാര്യമില്ല, എന്തായാലും കൊണ്ടുപോവാ. എന്നാ പിന്നെ നല്ലപോലെ പൊക്കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് തയ്യാറാകും. ഇൻഷാ അല്ലാഹ് 10 മണി കഴിഞ്ഞ് 10:15 എത്ര ആയിപ്പോ? 10:08 ഇൻഷാ അല്ലാഹ്. എത്ര മണി? 11 മണി വരെ പൊക്കൂടെ? നാളെ ഉണ്ട് കേട്ടാ ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബാക്കി നാളെ പറയാം പറ്റുമെങ്കിൽ. നാളെ വേറെ വിഷയം ഇൻഷാ അല്ലാഹ്. റമദാൻ മാസം എല്ലാം കഴിഞ്ഞില്ലേ? റമദാൻ മാസം കഴിഞ്ഞു. വർഷം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നാളത്തെ വിഷയം എന്താ? വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാണ് ആർക്കെങ്കിലും? എന്താ ചോക്കണ്ണ? അണ്ണ എന്തോ എന്നോട് പ്രതീക്ഷിങ്ങൾ കുലുക്കുന്ന തേങ്ങയും വെള്ളമൊക്കെ തന്നോണ്ടിരുന്ന നേരത്തെ പോകുമ്പോ അല്ല ബീഫൊക്കെ തരുന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. അൻസാരി അണ്ണനെ പോകുമ്പോ ഇത്തിരി പച്ചക്കറിയൊക്കെ തരുന്നതായിരുന്നു. ഇപ്പൊ നാട്ടുകാർക്കെല്ലാം കിറ്റ് കൊടുക്കുന്നു, ഇമാമിന് കിറ്റില്ല. അൽഹംദുലില്ലാഹ്. ചുമ്മാ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സഹോദരനെ തിരുവല്ലയിൽ ഇരിക്കണ തടിച്ചിട്ടൊരു കാക്കാരായിരുന്നു അല്ലേ, മൂത്തയേട്ടൻ. അൽഹംദുലില്ലാഹ്, നല്ല സ്നേഹമുള്ള മനുഷ്യനെ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അൽഹംദുലില്ലാഹ് ഇത്തിരി തടിയുണ്ടെന്നേ ഉള്ളൂ. നല്ല സാധുവാ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഒരുങ്ങാം. നമുക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാം. എത്ര നിലവിളിച്ചാലും കരഞ്ഞാലും കാര്യമില്ല. നാളത്തെ വിഷയം എന്താ? ചില നന്മകൾ ചെയ്താൽ വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ചില നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ 1 വർഷം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം. അൽഹംദുലില്ലാഹ്, എത്ര എളുപ്പമുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. അപ്പൊ മരണം പറയണോ നോമ്പ് പ്രതിഫലം പറയണോ? മരണം പറയണോ അതോ 1 വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം പറയണോ? എന്തായാലും 2 ദിവസം ലോക്ക്ഡൌൺ ആണെന്ന് പറയുന്നത്. എന്താണ് ഇതന്നെ? എന്താണ്? കഴിഞ്ഞ ആഴ്ച എന്തോ പറയാന്ന് പറഞ്ഞു. ഓർമ്മക്കുറവാ. അപ്പൊ അമ്മക്ക് ഓർമ്മ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പലരും വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉസ്താദ് പ്രസംഗത്തിൽ ഒരു പെണ്ണെ വിളിച്ചിട്ട് ചോദിക്കണേ, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞില്ലേ, ലോകത്തുള്ള ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും ഒന്നും തോന്നൂല, സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു, ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് തന്റെ ഭാര്യയാണെന്ന് തോന്നാൻ എന്തോ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ല. അതെന്താ ഉസ്താദ്? ഇത് ചോദിച്ചതൊരു പെണ്ണാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇത്താ? എന്റെ ഭർത്താവ് എല്ലാ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ്ങും പോകുമ്പോഴേ ഉസ്താദ് ഓ നന്നാവാനാണ്. തമാശ പറഞ്ഞല്ല, സങ്കടം. എനിക്ക് 3 മക്കളുണ്ട്. എന്റെ ഭർത്താവ് 5 നേരം നിസ്കരിക്കണ മനുഷ്യനാ. പക്ഷെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിട്ടാ ആ മനുഷ്യനൊന്നും നന്നാകാൻ അവരൊന്നുമല്ല. ആ വഴി എന്താണെന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു, ഇനിയുള്ള പ്രസംഗം കേട്ടാൽ മതി. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് വിചാരിക്കും. പ്രസംഗമല്ലേ, അപ്പൊ എന്തെങ്കിലും പറയും. മനുഷ്യന്റെ ബുദ്ധി അങ്ങ് പോവാ. ഒരിടത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അത് പറയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് എന്തായാലും എന്താന്ന് ഓർമ്മയുണ്ടോ? അത് മെസ്സേജ് വരും, ഒന്നും എടുത്തു വെച്ചോ, അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. നാളെ പറയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മരണത്തിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്കിങ്ങനെ പറയാം. അപ്പൊ നാളെ പറഞ്ഞു തീർന്നില്ലെങ്കിൽ മറ്റന്നാൾ സമയമുണ്ടല്ലോ, വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണെങ്കിൽ നമുക്ക് ആഹാരം തന്നാൽ മതി, ഇവിടെ തന്നെ കൂടിക്കോണം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്,
നിങ്ങൾ ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ. മരണത്തിന് മുമ്പ് ഒരുങ്ങുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. മരണമുണ്ടെന്നുള്ളത് ഉറപ്പാട്, ഒരു സംശയവുമില്ലല്ലോ. കാരണം നിന്റെ വാപ്പ പോയി, നിന്റെ ഉമ്മ പോയി, നിന്റെ മുൻഗാമികൾ പോയി, നിന്റെ കൂടപ്പറപ്പുകൾ പോയി, നിന്റെ കൂടെ പഠിച്ചവർ പോയി, നിന്നെക്കാളും പ്രായം കുറഞ്ഞവരുടെ മയ്യത്തല്ല നിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മനുഷ്യ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എടാ മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവിടുന്ന് മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഒരാൾ മരിക്കുന്ന സമയം അവൻ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾക്ക് മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ വെറുതെ പറ്റുമോ? ഒരാൾ മുസ്ലിമായിട്ട് മരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്രയോ പേര് പടച്ചോനെ നമ്മൾ കാണുന്നല്ലോ, അല്ലാഹുവേ രാവിലെ കാഫിറ് വൈകുന്നേരം മുസ്ലിമായിട്ട് മരിച്ചു പോകുന്നു, രാവിലെ മുസ്ലിം വൈകിട്ട് കാഫിറായിട്ട് ചത്തുപോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിന്റെ അവസാന സമയം, ആ സമയത്ത് നീ ഈമാനോടുകൂടി മരിക്കണം. നീ മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കരുത്. കാരണം മുസ്ലിമായിട്ട് മരിച്ചാൽ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടും. മുസ്ലിമായിട്ട് മരിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് ഉസ്താദേ നമ്മളെ കൊണ്ട് പറ്റുമെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനാണല്ലോ വിജയിച്ചവൻ, അവനാണല്ലോ സ്വർഗത്തിന്റെ അവകാശി, അവനാണല്ലോ മുസ്ലിമായി മരിച്ചവന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് നമുക്കത് എളുപ്പം കഴിയുമെന്നാണ്. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നില്ല, അതിനെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. എങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നോക്ക്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബിയുടെ പൊന്നുമോനാണല്ലോ, സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണല്ലോ. ലോകത്തുള്ളവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പ്രവാചകൻ യൂസുഫ് നബിയാണല്ലോ. സ്വർഗത്തിൽ എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറാണല്ലോ. ആ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചെയ്ത ദുആ എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. യൂസുഫ് നബിയാണ് ദുആ ചെയ്യുന്നത്, യൂസുഫ് നബിയാണ് ദുആ ചെയ്യുന്നത്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. എന്റെ രക്ഷിതാവായ അല്ലാഹ്, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. ആരാണ് ദുആ ചെയ്യുന്നത്? ആരാണ് ദുആ ചെയ്യുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. യൂസുഫ് നബി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ മക്കത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ കഅബയുണ്ടല്ലോ, ആ കഅബയുടെ മുറ്റത്ത് ചെല്ലുമ്പോ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഒന്നൊരു കാണാ, മഖാമു ഇബ്രാഹിം കാണാ, പടച്ചവനെ ഹിജ്ർ ഇസ്മായിൽ കാണാ, സഫ കാണാ, മർവ കാണാ. ഈ കഅബ പണിതരാരാണ്? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് ആദ്യമായിട്ട് കഅബാലയം പണിതരാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഖലീലല്ലേ, അല്ലാഹുവിന്റെ ഖലീലല്ലേ. അത്തഹിയാത്തിൽ ഞാനും നിങ്ങളും ഇബ്രാഹിം നബിയുടെ പേര് പറയുമല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവേ യാക്കൂബ് നബി അലൈഹിസ്സലാം അവരുടെ സന്താനങ്ങളോട് അവിടുന്ന് കൊടുത്ത ഉപദേശം നിങ്ങൾ നോക്ക്. വബസാ ബിഹാ ഇബ്രാഹിം ബനീഹി വയഅകൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മക്കളോട് പറയുന്നു, എന്റെ മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ എന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് ഉപദേശിച്ചു കൊടുത്ത ചരിത്രമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ. തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, വേണം മരിക്കാൻ. അല്ലാതെ മരിച്ചിട്ട് കാര്യമില്ല. മുസ്ലിമായി മരിച്ചാലേ രക്ഷയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനുള്ള വഴികളാണ് നോക്കേണ്ടത്. അതിനെന്ത് വഴിയാണ്? അതിനെന്ത് വഴിയാണ്? ഈമാനോടുകൂടി മരിക്കണോ, ഈമാനോടുകൂടി മരിക്കണോ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്താണ് വഴിയേ, എന്താണ് വഴി നബിയേ? റസൂലുള്ള പോലും ദുആ ചെയ്തില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് ഉറപ്പില്ലായിരുന്നല്ലോ. ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരൻ മുത്തുനബിയാണല്ലോ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് കരയുകയാണ്. ഉറങ്ങുന്ന ആയിഷാ ബീബി തേങ്ങലിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഉണരുന്നത്. റസൂലുള്ളാഹി കരയുകയാ. എന്താണ് പടച്ചവരെ? എന്റെ മുത്തുനബി പറയുന്നത് എന്താണ്? ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ റസൂലുള്ളാഹി സുജൂദി കിടന്നിട്ട് എന്തോ പറഞ്ഞു കരയാ. എന്തേ അല്ലാഹ് പറയണേ? ചെന്ന് നോക്കുമ്പോ പറയുന്നത് എന്തെന്നറിയുമോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും ഉറപ്പില്ലായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാനുള്ള ഒരു മരണം അത് വെറുതെ കിട്ടൂല. താടിയും തഴമ്പുള്ളവര് തൂങ്ങി മരിച്ച കഥകളുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ന വായും തെക്കും നോക്കും കട്ടം പിടിയും വലിച്ച് തെക്കു വടക്ക് നടന്നവരൊക്കെ വെള്ളിയാഴ്ച പള്ളിപ്പറമ്പിൽ പോയ ചരിത്രമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ താടിയിലും തഴമ്പിലൊന്നും ഒരു കാര്യമില്ല. താടിയിലും തഴമ്പിലിട്ടിരിക്കണ ജുബ്ബയൊക്കെ വലിയ നീളമൊക്കെ ഉണ്ടാവുന്നൊരു കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഖുർആൻ പഠിച്ചവരുണ്ട്. സുമ്മിലൊക്കെ വിചാരിക്കുന്നത് ഹാഫിളീങ്ങളാണെന്ന്. എടുത്തപ്പോഴോ എനിക്ക് ഓർമ്മയുണ്ട്, കുറെ നാളുകൾക്ക് മുമ്പ് അല്ലാഹുവേ, ഒരു ഹാഫിളായ ഒരു ചെറുപ്പക്കാരൻ, ഹാഫിൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ മഗ്രിബ് നമസ്കരിച്ചിട്ട് മുസല്ലയുടെ മുകളിലെ ഫാനില കയറി തൂങ്ങിയത്. ഹരിച്ചിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഹാഫിളായിരുന്നു. മഗ്രിബ് നിസ്കരിച്ച മുസല്ലയുടെ മുകളിൽ ഫാനിട്ടിട്ട് എന്റെ മുകളിൽ കയറി. ഇങ്ങനെ ആവട്ടെ, എന്തുമാകട്ടെ എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഹജ്ജ് കഴിഞ്ഞു വന്ന ഹാജിയാര് വീടിന്റെ മുന്നിൽ ജനലിൽ തൂങ്ങിക്കിടന്നു.
പിന്നെ നമ്മുടെ കാര്യങ്ങൾ പറയാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരങ്ങനെ മനുഷ്യരെ പറഞ്ഞിട്ട് കാര്യമില്ല. വായിക്കകത്ത് ക്യാൻസർ വന്ന ഒരാള് തന്റെ ഭാര്യയോട് പറയ, എന്റെ കൈ കെട്ടിയിട്ടേക്കാൻ, എന്റെ കൈ രണ്ടും കെട്ടിയിടാൻ. എന്തേന്ന് ചോദിച്ചപ്പോ പറയാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, ഞാൻ വല്ലതും ചെയ്തു പോകും. വേദന സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ വല്ലതും ചെയ്തു പോകും. പേടിച്ചിട്ടാ എന്റെ കൈ കെട്ടിയിടാൻ പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ നിമിഷം മതിയല്ലോ. എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തോന്നല ചെയ്യും, കഴിഞ്ഞു. അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിക്കുമ്പോ ഈമാനോടുകൂടി വേണം മരിക്കാൻ. അതിനെന്താ വഴി? എന്താ? ഖുർആൻ എടുത്ത് നോക്കിയാ പോരെ? ഇനിയിപ്പോ അങ്ങ് തീറിപ്പോണ്ടല്ലോ. എടാ, ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ വേറെങ്ങും പോകണ്ടല്ലോ. അല്ലാഹു പറഞ്ഞല്ലോ, പൈസ ഒന്നും എനിക്ക് തരണ്ട, വീടും പ്രമാണം ഒന്നും എനിക്ക്, പള്ളിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ഞാൻ തരാൻ നല്ല മരണം. അല്ലാഹു പറയുകയാ, അല്ലാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, നല്ല മരണം ഞാൻ തരാം. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാനല്ലേ അല്ലാഹു പറഞ്ഞു. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. ഞാൻ തരാം മരണം. 5 നേരം പള്ളിയിൽ നിന്ന് വിളിക്കും, ഉത്തരം കൊടുക്കുക. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ ഉത്തരം കൊടുത്തോ, നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിനക്കുള്ള ഭക്ഷണവും ഞാൻ തരും, നിനക്ക് നല്ല മരണവും ഞാൻ തരും. പിന്നെ നീ എന്നാ പേടിക്കാനാ? അള്ളാഹു മരിക്കുന്ന ദിവസവും നിസ്കരിച്ചിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം പഠിക്കേണ്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്ക്, ദുർമരണത്തിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് പറഞ്ഞതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സദഖ കൊടുക്ക്. ആ സദഖ കൊടുക്കുന്നതിലൂടെ മോശമായ മരണത്തിനെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മോശമായ മരണം, ഈമാനില്ലാത്ത മരണം, മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം, മുഖമെല്ലാം കറുക്കും. ഈമാനില്ലാത്തവന്റെ മരണം കണ്ടറിയാം. ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അറിയാം, നെറ്റിത്തടം വിയർക്കുക, മൂക്കിന്റെ ദാരം വികസിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, മുഖത്തൊരു പ്രകാശം ഉണ്ടാവുക, ഇത് നല്ല മരണത്തിന്റെ അടയാളമായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. മോശമായ മരണത്തിന്റെ അടയാളമായിട്ട് മുഖം കറുക്ക, മുഖം കറുത്തുപോക, കണ്ണിങ്ങനെ തെള്ളി പേടിയ മുഖത്തന്നെ നോക്കാൻ, വായിലൂടെ പതയും നൊരയും ഒലിപ്പിക്കുക, മലമൂത്ര വിസർജനം നടത്തുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈമാനുള്ള ഒരു മരണം, മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുസ്ലിമായിട്ടും മരിക്കണമെങ്കിൽ അത് അള്ളാഹിനോട് ചോദിക്കുക തന്നെ വേണം, ചോദിക്കാതെ കിട്ടൂല. അതുകൊണ്ടല്ലേ മുത്തുനബി ദുആ ചെയ്തത്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്തിനാ അള്ളാഹിനോട്, പടച്ചവനെ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്തിനാ ദുആ ചെയ്യുന്നത്? മൂസാ നബി എന്തിനാ യൂസുഫ് നബി ദുആ ചെയ്തത്? ഇബ്രാഹിം നബി എന്തിനാ ദുആ ചെയ്തത്? കഅബാലയം പണിതിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവനെ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. ആര്? കഅബ പണിത ചങ്ങാതിയായിരിക്കണേ. അള്ളാഹിക്ക് വേണ്ടി ആദ്യമായിട്ട് ആരാധിക്കാൻ ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ആ കഅബയുടെ മുന്നിൽ മോനെ പിടിച്ച് കൂടെ നടന്ന കയ്യാളായിട്ട് നടന്ന ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ പിടിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് അള്ളാഹിനോട് പറയുന്നു, റബ്ബനാ തഖബ്ബൽ മിന്ന, അള്ളാഹ് ഇത് സ്വീകരിക്കണേ പടച്ചവനെ. 2 ഈമാനുള്ള മരണം തരണേ അള്ളാഹ്. ഇബ്രാഹിം നബി, യൂസുഫ് നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് അങ്ങനെ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് ഉപദേശിച്ചു, മക്കളെ ഈ ദീനിൽ ഉറച്ചു നിന്നോണം, ഈ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മക്കൾക്ക് കൊടുത്ത ഉപദേശം. അതുകൊണ്ട് സഹോദര, ഈമാനുള്ള മരണം വേണോ? എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് ചോദിക്കുക, എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് ചോദിക്കുക. ഏത് ദുആയ അല്ലാഹു സ്വീകരിക്കണമെന്ന് അറിയില്ലല്ലോ, ഏത് ദുആയാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹ് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്.
അല്ലാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യ്. ഈമാനുള്ള ഒരു മരണം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഈമാനോടുകൂടി വേണം മരിക്കാൻ. ഈമാനുള്ള മരണം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മം നിങ്ങൾക്കറിയാം. എന്ത് തെറ്റ് ചെയ്താലാണ് ഈമാനില്ലാതെ മരിച്ചു പോകുന്നതും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്താം, എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയണം, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമനാ ഇൻദ സകറാത്തിൽ മൗത്ത് ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനി മുസ്ലിമാ. നിങ്ങൾക്കറിയുന്നത് പോലെ, നിങ്ങൾക്കിനി അറബി അറിയില്ലെങ്കിലും പടച്ചവനോട് പറയണം, ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. കാരണം ഏത് സമയത്തിലെ ദുആയാണ് സ്വീകരിക്കുന്നതെന്നറിയില്ല. രണ്ടാമതായിട്ട് മുത്തുനബി എവിടെന്ന് പറയുകയാണ്, മുത്തുനബി എവിടെന്ന് പറയുകയാ, മരണം വന്നെത്തുന്നത് എപ്പോഴാണെന്നറിയില്ലല്ലോ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ. തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ മുഴുവനും ആ മരണം വരുന്നതിന് മുമ്പ് പടച്ചവനോട് ഏറ്റു പറയണമെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആദം സന്തതികളിൽ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. ജനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ജനങ്ങളിൽ തെറ്റ് ചെയ്യാത്തവരില്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എങ്കിൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റു പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരാളുമില്ല. എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ആ ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് ഏറ്റുപറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്യാത്തവരാരുമില്ല, നമ്മൾ മലക്കുകളൊന്നുമല്ല. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഒരു ഉപദേശം കാണാം. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇല്ല യാ ബുനയ്യ, ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ തൗബ നീ പിന്തിപ്പിക്കരുത്. നാളെ ചെയ്യാ, നാളെ ചെയ്യാ, നാളെ നന്നാകാം, നാളെ നന്നാവാം, നാളെ നാളെ നീളെ നീളെ, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന കാര്യം തൗബ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൗബ ചെയ്യണം, നീട്ടിവെക്കരുത്. കാരണം മരണം എപ്പോഴാ വരുന്നതെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു കാക്കുമാറാകട്ടെ.